കത്തോലിക്ക കോൺഗ്രസ് നൽകാനുള്ള വ്യക്തവും കൃത്യവുമായ സന്ദേശമെന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെയുള്ള ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ജനങ്ങളെ അവഗണിച്ച് ഒരു ജനപ്രതിനിധിക്കും ഒരു സർക്കാരിനും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അതിനപ്പുറത്തേക്ക് കടന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. കാരണം ജനത്തിൻ്റെ വിഷയം ഗൗരവമായിട്ടെടുത്ത് അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നവരെ ഇനി ഈ കേരളത്തിൽ ഭരിക്കാൻ ഞങ്ങളും അനുവദിക്കുകയുള്ളൂ. ആർക്കൊക്കെ ഏതൊക്കെ നിയോജക മണ്ഡലത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെ ഇതിനോടകം എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ ഐക്യത്തിനും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഭിപ്രായങ്ങൾക്കും വില കൊടുക്കുന്നവർക്ക് ഗുണമുണ്ടാകും. അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ അവർ ദുഃഖിക്കേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. ഈ JB കോശി കമ്മീഷൻ ആയാലും ഈ അവസാന നിമിഷമാണ് ഇപ്പോൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ആയാൽ പോലും കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചൊരു വലിയ റാലിയും കാര്യങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. എന്നിട്ട് പോലും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം അത് പ്രസിദ്ധീകരിക്കുന്നു. പക്ഷേ അത് ഇനി പ്രാവർത്തികമാക്കുക എങ്ങനെയാണ് അടുത്തൊരു സർക്കാരായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ എത്രത്തോളം ഈ ഒരു സർക്കാരിൻ്റെ ഒരു ആത്മാർത്ഥത ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ദുഃഖകരമായൊരു കാര്യം ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. മാസങ്ങളും വർഷങ്ങളും എടുത്തു. പക്ഷേ ശുഭോദർക്കമായ കാര്യം അവസാനം ഗവൺമെൻറ് ഇത് പ്രസിദ്ധീകരിച്ചു. ഇനി എന്ത് നടപടികൾ എടുക്കുമെന്നുള്ളതാണ്. അധികം സമയം ഇനി ബാക്കിയില്ല. ഇന്നോ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നമുക്കറിയാം. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന സർക്കാർ എന്ത് ചെയ്യുമെന്ന് ഇന്നുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ് ജനങ്ങളോട് പറയേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള പക്ഷം രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ നിലപാടുകൾ പറയണം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ JB കോശി കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന കാര്യങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ചെയ്യും എന്ന് വ്യക്തമായി പറയാൻ ആർജവമുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ പിന്തുണയ്ക്കും.